നിരന്തരം ഫോളോ ചെയ്തപ്പോൾ വെള്ളിയാഴ്ച വൈകിട്ടാണ് ഫോൺ മുഖാന്തരം കേരളത്തിലെ റീജിയണൽ സെൻസർ ഓഫീസർ ഞങ്ങളെ അറിയിക്കുന്നത് ഈ ചിത്രത്തിൻ്റെ പേരുമായി അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. എന്താണ് കാരണം എന്ന് അത് വ്യക്തമാക്കിയിട്ടില്ല. ഈ ചിത്രത്തിൻ്റെ ടൈറ്റിൽ ജാനകി എന്ന ടൈറ്റിൽ മാറ്റണം എന്നും, ടൈറ്റിൽ മാത്രമല്ല ചിത്രത്തിൽ മുഴുനീളം യൂസ് ചെയ്യുന്ന ജാനകി എന്ന കഥാപാത്രത്തിൻ്റെ പേര് മാറ്റണം എന്നും ഞങ്ങൾ അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഷോക്കോസ് നോട്ടീസ് പോലും തന്നിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയും എത്രയും പെട്ടെന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകുകയോ അല്ലെങ്കിൽ ഷോക്കോസ് നോട്ടീസ് തരികയോ ചെയ്യുക എന്ന് ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രസ് മീറ്റിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് 4:35 ആയപ്പോൾ റീജിയണൽ സെൻസർ ഓഫീസർ ഞങ്ങളെ വിളിക്കുകയും അവർ ഒരു പ്രിവ്യൂ കമ്മിറ്റി ഈ വ്യാഴാഴ്ച മുംബൈയിൽ ഈ ചിത്രം ഒന്നുകൂടെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതുമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു വിവരം. ഇതാണ് ഇതിൻ്റെ സെൻസർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യം എന്നത്. വ്യാഴാഴ്ച ഈ സിനിമയുടെ റിലീസുമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് സെൻസർ കമ്മിറ്റിയെ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. ഇതുവരെ ഷോക്കോസ് നോട്ടീസ് തരാൻ തയ്യാറായില്ല. ആ ഒരു ഘട്ടത്തിൽ വേറെ വഴികളൊന്നും ഇല്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഇന്ന് ഹൈക്കോടതി അത് സമീപിച്ചിട്ടുണ്ട്. നമ്മുടെ ലീഗൽ ഇത് ഹാൻഡിൽ ചെയ്യുന്നത് അഡ്വക്കേറ്റ് ബിരാൻ MP ആണ്, ഹാരിസ് ബിരാൻ. അപ്പോൾ ഈ സിനിമയുടെ കാര്യവുമായി ഈ റിലീസ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഇവരോട് ഈ കമ്മിറ്റിയായി സംസാരിക്കുമ്പോൾ അവർ കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ തരുന്നുണ്ടാവും. നിങ്ങളതിൻ്റെ പേര് മാറ്റണം, ക്യാരക്ടർ മാറ്റണം എന്ന് പറയുന്നതല്ലാതെ അതിനെന്താണ് റീസൺ? നമ്മൾ ഒരുപാട് ആലോചിച്ച് നോക്കി ആ പടത്തിൽ അങ്ങനെ ഒരു ദേശവിരുദ്ധതയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സോഷ്യൽ ഈവിളായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊരു തരത്തിലും ബോധ്യമാവുന്നില്ല. പിന്നെ ഈ പടം പേര് മാറ്റുക അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ മാറ്റുക എന്ന് പറയുമ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ട് റിലീസിങ്ങിന് റെഡിയായി നിൽക്കുന്നൊരു സമയത്ത് ഇതിൽ പല സ്ഥലങ്ങളിലും നമ്മൾ ക്യാരക്ടറിൻ്റെ പേര് എല്ലാ ക്യാരക്ടർമാരും കൂടെ ഉച്ചരിക്കുന്നുണ്ട്. കാരണം സിനിമയുടെ കാതലായിട്ടുള്ള സ്റ്റോറി എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കോർട്ട് ഡ്രാമയാണ്. അപ്പോൾ അതിനകത്ത് ആർഗ്യുമെൻ്റ് ഉണ്ടാവും. അപ്പോൾ അന്യോന്യം എല്ലാ കൗൺസിലുകളും അതുപോലെ തന്നെ മറ്റുള്ള ക്യാരക്ടറുകളൊക്കെ പേര് പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോടതി രേഖകൾ അതിലൊക്കെ ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതൊക്കെ മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് ഒരു പുതിയ സിനിമ എടുക്കുന്ന രീതിയിൽ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം എല്ലാ ആക്ടേഴ്സും ഇതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് ഡബ്ബിങ് തന്നെ റീഡബ്ബിങ്ങിന് തന്നെയാണെങ്കിലും ഇവരെ മുഴുവൻ നമ്മൾ വീണ്ടും ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഒരു ഡബ്ബ് ചെയ്യുകയും ബാക്കിയുള്ള എല്ലാ വർക്കുകളും വീണ്ടും ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയിൽ ഇതൊരു ഭാരിച്ചൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ്. അതുകൂടാതെ തന്നെ ഈ സിനിമ 27-ാം തീയതി റിലീസ് ചെയ്യാൻ 27ഓളം കൺട്രികളിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 5 ഭാഷകളിൽ 27 കൺട്രികളിൽ പ്ലാൻ ചെയ്തിട്ടാണ് ഇത് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ പ്രൊമോഷൻ ആക്ടിവിറ്റീസും നമ്മൾ വളരെ മുമ്പേ തന്നെ ചെയ്ത് കഴിഞ്ഞു. കോടിക്കണക്കിന് രൂപ അതിനും വേണ്ടി നമ്മൾ ചിലവഴിച്ചു. പെട്ടെന്ന് ഇപ്പോൾ യാതൊരു കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പേര് മാറ്റണമെന്ന് പറയുമ്പോൾ ഈ പ്രൊഡ്യൂസർ സൈഡിൽ ഭാഗത്ത് ഞാനൊക്കെ ഒരു പുതിയ സിനിമ ഇതൊരു ആദ്യത്തെ സിനിമയാണ് എൻ്റെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ആദ്യത്തെ സിനിമയാണ്. ഒരു നവാഗത ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലക്ക് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ തന്നെ ഇതിലേക്ക് വരണ്ട, ഇതിന് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പലതുണ്ട് എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ പിന്നോട്ടടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് സെൻസർ ബോർഡിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്.